ഓം നമോ നാരായണ, ഓം നമോ ഭഗവതേ വാസുദേവായ. എന്താണ് ഈ നാരായണൻ? നാരായണൻ എന്ന വാക്കിന്റെ അർത്ഥം നാരം എന്നുള്ളത് ആദ്യം എടുക്കണം. നാരം എന്താ? നാരം നാരം എന്ന വാക്കിന്റെ ആദ്യത്തെ ഒരർത്ഥം ജലമെന്നാണ്. ജലം. നാര അയനൻ, ജലത്തിൽ അയനം ചെയ്യുന്നവൻ, അപ്പൊ വെള്ളത്തിൽ കിടക്കുന്നവൻ. ആ ജലം എന്ന വാക്കിന്റെ അർത്ഥം എടുത്താൽ അങ്ങനെ കൂട്ടാം. ഇതിന് രണ്ടാമതൊരു അർത്ഥം കൂടെ ഉണ്ട്. നാരം, അതിന്റെ അർത്ഥം ജ്ഞാനമെന്നാണ്. അങ്ങനെയെങ്കിൽ വെള്ളത്തിൽ അയനം ചെയ്യുന്നവൻ അർത്ഥമുണ്ട്, അതോടൊപ്പം തന്നെ ജ്ഞാനത്തിൽ അയനം ചെയ്യുന്നവൻ അല്ലെങ്കിൽ ജ്ഞാനസ്വരൂപൻ. അതാണ് ചൈത്രശ്ലോകി പറഞ്ഞിരിക്കുന്നത്, ജ്ഞാനം പരമഗുഹ്യം മേ വിജ്ഞാന സമന്വിതം സരഹസ്യം തദങ്കച്ച ഗൃഹാണ ഗതിതം മയ. ഇത് വളരെ ഗുഹ്യമാണ്, വളരെ ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കുവാൻ. അതുകൊണ്ട് ജ്ഞാനസ്വരൂപനാണ് ഭഗവാൻ രണ്ടർത്ഥമായി. അങ്ങനെയാണ് ജലത്തിൽ അയനം ചെയ്യുന്നവൻ. അതുകൊണ്ട് നാരായണൻ എന്ന് വിളിക്കുന്നു. ഇത് ഭഗവാനെ കാണിച്ചു തരുന്നു. പക്ഷെ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്? നിങ്ങളുടെ ശരീരം എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? 5 ഭൂതങ്ങളെ കൊണ്ടാണ് നിങ്ങളെയും എന്നെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് ബയോളജി പഠിച്ചവർ അല്ലെങ്കിൽ MBBS പഠിക്കുന്ന ആളുകൾ അനാട്ടമിയെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താ? വെള്ളം. എത്ര ശതമാനമാണെന്നറിയാമോ? നിങ്ങളുടെയും എന്റെയും ശരീരത്തിൽ 72% വെള്ളമാണ്, 12% ഭൂമിയാണ്. എത്രയായി? 84. 6% വായുവാണ്, 90. 6% ആകാശമാണ്, 96. 4% അഗ്നിയാണ്, 100. ഇതാണ് ചരാചരങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കണക്കിലാണ്. അപ്പൊ നിങ്ങളുടെ ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ്. 5 ഭൂതം. ഭൂതങ്ങൾ ഏതൊക്കെയാണ്? ആകാശം, ഭൂമി, ജലം, വായു, അഗ്നി. ഇതിനെ 72, 12, 6, 6, 4 എന്ന റേഷ്യോ കൂട്ടിച്ചേർത്താണ് നമ്മളെ എല്ലാം ചരാചരങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നാരായണൻ ആരിൽ തന്നെയാണ്? ആ ജലത്തിൽ അല്ലെങ്കിൽ പാലാഴിയിൽ അയനം ചെയ്യുന്ന ആ ഭഗവാനെയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ 72% വെള്ളമുള്ള, ആ 12% ഭൂമിയുള്ള, 6% ആകാശമുള്ള, 6% വായുവുള്ള, 4% അഗ്നിയുള്ള ഈ ശരീരത്തില് തൊണ്ടക്കുഴിയിൽ നിന്ന് ഒരിച്ചാൻ താഴെ, പൂക്കളിൽ നിന്ന് ഒരിച്ചാൻ മുകളിലായി, ഈ ഭ്രൂമധ്യത്തിൽ ഹൃദയ അന്തർഗുഹയിൽ അന്തരാമിയായിരിക്കുന്ന സർവേശ്വരനെ നമ്മൾ അറിയാതെ പോകുന്നു. അതാണ് ശരിക്കും നാരായണൻ. അപ്പോ ഒന്ന് കണ്ടു തൊഴുമ്പോ നാരായണ എന്ന് വിളിക്കുമ്പോ ഈ ഒരു ഓർമ്മ വരണം. ഈ ശിലാവിഗ്രഹമല്ല നാരായണൻ, അതൊരു പ്രതിരൂപമാണ് നാരായണന്റെ. അതിലൂടെ എൻ്റെ ഹൃദയാന്തർഗുഹയിൽ എന്നെ ജീവചൈതന്യമാക്കി നിലനിർത്തിയിരിക്കുന്ന സർവേശ്വരനാകുന്ന നാരായണൻ ഹൃദയാന്തർഗുഹയിലാണ്. അത് 72% വെള്ളത്തിലാണ്. അതേ കണക്ക് തന്നെയാണിത്. അപ്പൊ നാരായണൻ ആരാണെന്ന ബോധം നമുക്ക് വരണം. ഇനി വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു വന്നത് 66-ാമത്തെ ശ്ലോകം 18-ാമത്തെ അധ്യായത്തിൽ, സർവധർമാൻ പരിത്യജ്യ, നീ നിന്റെ സകല ധർമ്മങ്ങളെ ഉപേക്ഷിച്ചുള്ളൂ. ധർമ്മമാകട്ടെ അധർമ്മമാകട്ടെ എന്താകട്ടെ നീ അതൊക്കെ ഉപേക്ഷിച്ചുള്ളൂ. പക്ഷേ എന്താ ചെയ്യേണ്ടത്? മാം ഏകം ശരണം വ്രജ. മാമേകം പറഞ്ഞില്ല നിങ്ങളോട് മൃത്യുഞ്ജയ ഹോമം നടത്താൻ. പരീക്ഷിത്ത് മഹാരാജാവ് ചക്രവർത്തിയായിരുന്നു കൊണ്ട് ശമീകി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് ചെന്നിട്ട് ദേഹത്തിന്റെ ദാഹം മാറ്റാൻ വെള്ളം ചോദിച്ചു. സമാധി അവസ്ഥയിൽ ഇരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞില്ല, കൊടുക്കാൻ കഴിഞ്ഞില്ല. അവിടെ വെച്ച് ചത്ത പാമ്പിനെ എടുത്ത് കഴുത്തിലിട്ട് കൊടുത്തു. അദ്ദേഹത്തിന്റെ മകൻ ശൃംഗിയിൽ നിന്നും ആ ശാപം ഏറ്റുവാങ്ങുന്നു. ഇന്നേക്ക് 7-ാം നാൾ തക്ഷകൻ കടിച്ചു മരിക്കട്ടെ. 7-ാം നാൾ മരണപ്പെടുമെന്ന് ബോധപ്പെട്ട പരീക്ഷിത്ത് മഹാരാജാവ് നോക്കണേ, ഇനി 7 ദിവസം കൊണ്ട് എനിക്ക് എന്താണ് കരണീയം, എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചപ്പോഴാണ്
ശ്രീമദ് ഭാഗവതം കേൾക്കാം. സപ്താഹം 7 ദിവസമാണ് ശാപം കിട്ടിയത്. അതുകൊണ്ട് 168 മണിക്കൂർ ഇനി ഭാഗവതം കേൾക്കാം. അവിടെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നു, മാമേകം ശരണം വ്രജ. നീ എന്നെ തന്നെ ശരണം പ്രാപിക്കണം. പരീക്ഷിത്ത് മഹാരാജ വേറെ ആരെങ്കിലും ശരണം പ്രാപിച്ചോ? മരണം 7-ാം നാൾ സംഭവിക്കുമെന്ന് അറിഞ്ഞപ്പോൾ ദേവന്മാരെല്ലാം കൂടെ ചെന്നു അമൃത് കൊടുക്കാൻ. അമൃത് ഭക്ഷിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മരണമില്ല. പക്ഷേ അമൃത് വേണ്ട, വാങ്ങിച്ചില്ല. പിന്നെയോ ശ്രീമദ് ഭാഗവത ശ്രവണം. 7 ദിവസം കൊണ്ട് ഭാഗവതം കേൾക്കുക, ഭഗവാനെ കേൾക്കുക, ഭഗവാനെ അറിയുക. ആ 7 ദിവസം കൊണ്ട് അദ്ദേഹത്തിന് ബോധപ്പെടുന്നു, കടികൊള്ളുന്ന പരീക്ഷിത്തും കടിക്കുന്ന തക്ഷകനും രണ്ടല്ല, ഒന്നു തന്നെ. കടികൊള്ളുന്ന പരീക്ഷിത്തും കടിക്കുന്ന തക്ഷകനും ഒന്ന് തന്നെ. 72% വെള്ളം, 12% ഭൂമി, 6% ആകാശം, 6% വായു, 4% അഗ്നിയാണ് തക്ഷകന്റെതും. ഞാനും ഇത് തന്നെയാണ്, രണ്ടല്ല. പിന്നെയോ വിധികൽപ്പിതമാണ്, അനുഗ്രഹമാണ്. അതുകൊണ്ട് ആ വിധിക്ക് കീഴ്പ്പെട്ട് ജീവിക്കുക. അവിടെ 7-ാം ദിവസം മോക്ഷപ്രാപ്തിയിലേക്ക് പോവുക. ഇനി ഒരു ജനനം ഇല്ല, ജനിമത് ചാലിലൂടെ ഒഴുകേണ്ടി വരില്ല എന്ന ബോധമുണ്ടായിരുന്നത് കൊണ്ട് ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ എത്തപ്പെടുവാനുള്ള ഭാഗ്യം കിട്ടി. ഇവിടെ നമ്മളോട് പറഞ്ഞു തരുന്നു, അർജുനനോടല്ല പറഞ്ഞത് മാമേകം ശരണം വ്രജാന്ന്. പിന്നെയോ നിങ്ങളോടും എന്നോടും പറഞ്ഞു, സർവധർമാൻ പരിത്യജ്യ, നീ സകല ധർമ്മങ്ങളെയും ഉപേക്ഷിക്കൂ. മാമേകം, നീ എന്നെ തന്നെ ശരണം. അങ്ങനെയെങ്കിൽ നമ്മൾ മറ്റ് അനേക ദേവതാ സംസ്കാരത്തിലേക്ക് ആരെങ്കിലും പോവൂ? ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, പിന്നെ ഈ അമ്പലങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതോ? പളനിയുണ്ട് അല്ലേ, മുരുകനല്ലേ അവിടെ, ശരിയാണോ? കാളഹസ്തി, വാരാണസി, കാശി, അനേക ദേവതാ സംസ്കാരം എങ്ങനെയുണ്ടായി? ഭഗവാനിൽ അടിയുറച്ച വിശ്വാസമില്ലാത്തത് കൊണ്ട് അനേക ദേവതാ സംസ്കാരത്തിലേക്ക് പോയി. പട്ടത്തിരിപ്പാട് ചെയ്തതാണ്. വാതരോഗം മാറാതിരുന്നപ്പോ ദേവിയെ ആശ്രയിച്ചു. വില്ലുമംഗലം സ്വാമിയാർ ചോദിക്കുന്നു, പട്ടത്തിരിപ്പാട് എന്തുകൊണ്ട് ഭഗവാൻ വാതരോഗം ശമിപ്പിക്കുവാൻ ആശ്രയിച്ചിട്ട് അത് മാറ്റിക്കൊടുത്തില്ല? അപ്പൊ പറഞ്ഞു, ക്ഷമയില്ലായിരുന്നു, സഹനമില്ലായിരുന്നു. പെട്ടെന്ന് വാതരോഗം ശമിപ്പിക്കണം, ദേവിയെ ആശ്രയിച്ചു. അതുകൊണ്ട് ഈ ജന്മത്തിൽ മാത്രം മാറി. ഇനി 7 ജന്മം കൂടെ പട്ടതിരിപ്പാട് വാതരോഗം അനുഭവിക്കാൻ വേണ്ടി ജന്മം എടുത്ത് വരണം. പക്ഷേ എന്നെ മാത്രമായിരുന്നു ആരാധിച്ചിരുന്നതെങ്കിൽ ഈ ഒരു ജന്മം കൊണ്ട് ഞാൻ ആ വാദം ഇനി ഒരിക്കലും ഇല്ലാത്ത അവസ്ഥയിൽ ശമിപ്പിക്കാന്. അതാണ് ഭഗവാൻ. അതുകൊണ്ട് പറയുന്നു, ആകാശ പതിതം തോയം. ആകാശത്ത് നിന്നും എപ്രകാരമാണ് വെള്ളം ഭൂമിയിലേക്ക് പതിക്കുന്നത്? ആകാശ പതിതം തോയം യഥാ ഗച്ഛതി സാഗരെ, അതൊഴുകി സാഗരത്തിൽ നദിയായി, അരുവിയായി, ആറായി സമുദ്രത്തിൽ ചെന്ന് ചേരുന്നത് പോലെ. ആകാശ പതിതം തോയം യഥാ ഗച്ഛതി സാഗരെ. സർവദേവ നമസ്കാരം. നിങ്ങൾ ഏതെല്ലാം ദേവനെ നമസ്കരിച്ചാലും ശരി, ആരെയൊക്കെ പ്രാർത്ഥിച്ചാലും ശരി, ആരുടെയൊക്കെ നാമം ചൊല്ലിയാലും ശരി, സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. ഇതെല്ലാം ചെന്നു ചേരുന്നത് കേശവനിലാണ്. അങ്ങനെയെങ്കിൽ പിന്നെ നമ്മൾ ഈ അനേക ദേവതാ സംസ്കാരത്തിലൂടെ പോകേണ്ട കാര്യമുണ്ടോ? ആ കേശവനെ തന്നെ ആശ്രയിച്ച പോലെ. അങ്ങനെ ആശ്രയിക്കണമെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത്, പൂർവ്വ കർമാർജിത ബന്ധം വേണം. അങ്ങനെയുള്ളവർക്ക് കൃഷ്ണഭക്തിയിൽ എത്തപ്പെടാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ അനേകമാകുന്ന അവസ്ഥകളിൽ ഇങ്ങനെ സഞ്ചരിച്ച് ഒന്നിലും ഉറയ്ക്കാതെ അങ്ങനെ വിട്ടുകൊണ്ടിരിക്കും. കൃഷ്ണഭക്തിയുള്ളവർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഓച്ചറ പരബ്രഹ്മത്തിന് മുന്നിൽ ചെല്ലുമ്പോൾ പറയും, കണ്ണാ ഗുരുവായൂരപ്പ കാത്തുകൊണ്ടണേ. മണ്ണാറശാലയിൽ ചെല്ലുമ്പോൾ അവിടെ ചെന്ന് ആ നാഗരാജാവിനെ, നാഗേക്ഷിയമ്മയുടെ വിഗ്രഹം കാണുമ്പോൾ ഉത്തമ ഭക്തരാണോ അവർ പറയും, കണ്ണാ കാത്തുകൊള്ളണേ. കാര്യം എന്താ? ഭഗവത്ഗീത 10-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്നു നമുക്ക്. എന്താ പറഞ്ഞത്? അനന്തനും ഞാൻ തന്നെ, വാസുകിയും ഞാൻ തന്നെ. നോക്കണം, 10-ാം അധ്യായം. എന്താ അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി. 10-ാം അധ്യായം നിങ്ങൾ നോക്കിയാൽ മതി. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, അനന്തനും ഞാൻ തന്നെ, വാസുകിയും ഞാൻ തന്നെ, ഐരാവതവും ഞാൻ തന്നെ, ഉച്ചൈസ്രവസും ഞാൻ തന്നെ, ദേവ സൈന്യാധിപനാകുന്ന
സുബ്രഹ്മണ്യനും ഞാൻ തന്നെ, ബ്രഹ്മാവും ഞാൻ തന്നെ, വിഷ്ണുവും ഞാൻ തന്നെ, ശിവനും ഞാൻ തന്നെ, മഹാലക്ഷ്മിയും ഞാൻ തന്നെ. അങ്ങനെയെങ്കിൽ സർവദേവ നമസ്കാരം, സകല ദേവന്മാരെയും നിന്ന് പ്രാർത്ഥിച്ചാലും ശരി, കേശവം പ്രതികരിച്ചതി അതെത്തിച്ചേരുന്നത് കേശവനിലാണ് എങ്കിൽ ആ കൃഷ്ണ ഭക്തിക്ക് എന്ത് പ്രാധാന്യമാണ്. ആ ഭക്തനെ ഒരിക്കലും കൈവിടിയില്ല. ഭഗവാൻ ഒരിക്കലും തന്റെ ഭക്തനെ കൈവിടില്ല. അതുകൊണ്ട് പറഞ്ഞു അർജുനനോട്, അർജുന, ഭഗവത്ഗീത വ്യക്തമായിട്ട് പറയുന്നു, അർജുന, നിനക്കെപ്പോഴെങ്കിലും എന്നെ കാണണമെന്ന് തോന്നിയാൽ നീ തേടി അലയണ്ട, ഈ പ്രപഞ്ചം ഒന്നാകെ തേടി അലയണ്ട. നിനക്ക് എന്നെ കാണണമെന്ന് തോന്നുന്നുവെങ്കിൽ നീ എന്റെ ഭക്തന്റെ ഹൃദയ കമലത്തിൽ, ഹൃദ്ദേശേ അർജുന, നീ എന്റെ ഭക്തന്റെ ഹൃദയ കമലത്തിൽ ഒന്ന് നോക്കൂ, അവിടെ ഉണ്ട് ഞാൻ. വളരെ വ്യക്തമായിട്ട് പറയുന്നു ഭാഗവതത്തിൽ, ചതുർവിധേ ഭജന്തേ മാ, ചതുർവിധേ ഭജന്തേ മാ, 4 തരം ആളുകളെ എന്നെ ഭജിക്കും. ഇതിലേതെങ്കിലും ഉൾപ്പെടണം. അതിനാകണം ഈ പ്രഭാഷണ ഉത്സവവും. ചതുർവിധേ ഭജന്തേ മാ, 4 തരം ആളുകൾ എന്നെ ഭജിക്കും. ആരൊക്കെയാ? ആർത്തോ, അർത്ഥാർത്ഥി, ജ്ഞാനി, ജിജ്ഞാസു. 4 തരം ആളുകളാണ് എന്നെ ഭജിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയും. ഈ വിഷയം വെച്ചതൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഗീതാ ധർമ്മമാണെന്ന് പറഞ്ഞത്. കാര്യം എങ്ങും തൊടാൻ പറ്റത്തില്ല ഭഗവത്ഗീതയാവുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ പ്രധാനപ്പെട്ട ശ്ലോകം മാത്രം എടുത്തു വെച്ച് അതിന് ഉദാഹരണ സഹിതം പറയുന്നത്. കാര്യം പ്രഭാഷണത്തിന് പറ്റുന്ന 1 മണിക്കൂർ 2 മണിക്കൂർ പ്രഭാഷണത്തിന് പറ്റുന്ന ഒരു വിഷയമല്ല. പോട്ടെ. അപ്പൊ ഇവിടെ ചതുർവിധേ ഭജന്തേ മാ, 4 തരം ആളുകൾ എന്നെ ഭജിക്കുമെന്ന് ഭഗവാൻ തന്നെ പറയുന്നു. ആരൊക്കെ? ആദ്യം പറഞ്ഞത് ആർത്തോ, ആർത്തൻ. ആരാ ആർത്തൻ? ആർത്തൻ. ആർത്തൻ എന്ന് പറഞ്ഞ വേദനയുള്ളവൻ, ദുഃഖം അനുഭവിക്കുന്നവൻ, രോഗം അനുഭവിക്കുന്നവൻ, സമ്പത്തില്ലാതെ വലയുന്നവൻ, ആർത്തൻ. അങ്ങനെയുള്ള ആളുകൾ വരുമ്പോ കണ്ണന്റെ മുന്നിൽ അല്ലേ, വരുമെന്ന് മാത്രമല്ല അവർ നൊന്ത് വിളിക്കും, കരഞ്ഞു വിളിക്കും. ഹൃദയം പൊട്ടുമാറ് ആർദ്രതയോടുകൂടി കണ്ണനെ നൊന്തു വിളിക്കും. എന്താ വിളിക്കാൻ കാര്യം? ദുഃഖം. അതുകൊണ്ട് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, 4 തരം ആളുകളിൽ ഏറ്റവും പ്രധാനമായി എന്നെ വിളിക്കുന്നവൻ ആര്? ആർത്തൻ, വേദന അനുഭവിക്കുന്നവൻ. ഒന്നും കാണത്തില്ല, വസ്തു നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, ഒക്കെ വിറ്റു, വാടക വീട്ടിലേക്ക് മാറി. ഈ സമയം തന്നെ കാശ് ചോദിച്ച് ചെല്ലുമെന്ന് മനസ്സിലാക്കിയ ബന്ധുജനങ്ങൾ നമ്മളെ വിട്ടുപോകുന്നു. ബന്ധുജനങ്ങൾ അടുപ്പിക്കാതെ. കാര്യം എന്താ? കടം കൊടുക്കേണ്ടി വരും, അല്ലേ, സഹായിക്കേണ്ടി വരും. അപ്പൊ ആർത്തന്മാര് എവിടെയുണ്ട് അവരൊക്കെ കരഞ്ഞു വിളിക്കും. ഒരുപാടൊന്നും വേണ്ട ഭഗവാനെ. ഇന്ന് വാടക വീട്ടിൽ താൻ കഴിയുന്നു, ഒരു 2 സെന്റ് അല്ലെങ്കിൽ 3 സെന്റ് വസ്തു, ഒരു വീട്, എന്റെ മക്കൾക്ക് 3 നേരവും അന്നം കൊടുക്കുവാനുള്ളൊരു മാർഗം, ഇതെങ്കിലും തരണേ എന്ന് ആ കണ്ണനെ കണ്ട് കരഞ്ഞു വിളിച്ചു പറയും, ഇല്ലേ? പറയുമോ? ആർക്കും അനുഭവമില്ലല്ലോ. ആരെങ്കിലും ഒന്ന് പറ. ഭഗവാന്റെ കാര്യമല്ലേ പറയുന്നത്, വീട്ടുകാര്യമല്ലല്ലോ. ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ എനിക്കും ഒരു സന്തോഷമാവും പുതിയ പുതിയ കാര്യങ്ങൾ പറയും. അപ്പൊ കരഞ്ഞു വിളിക്കും, പറയും. എങ്ങനെയാ കരയുന്നത്? കുന്നുപോലെ ധനങ്ങൾ അനവധി തന്നു ഞങ്ങളെ പേടിയില്ലെങ്കിലും, ഉണ്ണുവാനും ഉടുക്കുവാനും ഭവാൻ എന്നുമേഘനെ കൃഷ്ണ ഹരേ ജയ. ഇങ്ങനെ പ്രാർത്ഥിക്കാറില്ലേ? കുന്നുപോലെ ധനങ്ങൾ അനവധി തന്നു ഞങ്ങളെ പേടിയില്ലെങ്കിലും, ഉണ്ണുവാനും ഉടുക്കുവാനും ഭവാൻ എന്നുമേഘനെ കൃഷ്ണ ഹരേ ജയ. ഇതെന്റെ അപ്പൂപ്പൻ എഴുതിയത്, എൻ്റെ അമ്മയുടെ അച്ഛൻ കവിയായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ചെപ്പള്ളിൽ വയലായുധൻ. അദ്ദേഹം എഴുതിയത്. നൊന്ത് വിളിക്കും. കുന്നുപോലൊന്നും വേണ്ട, ധനമൊന്നും വേണ്ട, അധികം
കുന്നുപോലെ ധനങ്ങൾ അനവധി തന്നു ഞങ്ങളെ പേടിയില്ലെങ്കിലും, അതെല്ലാം തന്ന് ഞങ്ങളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും സംരക്ഷിച്ചില്ലെങ്കിലും ഭഗവാനെ ഉണ്ണുവാനും ഉടുക്കുവാനും ഭവാൻ. ഉണ്ണണം, ഉടുക്കണം, ഇത് രണ്ടുമാണല്ലോ ഒരു ജീവിയുടെ, മനുഷ്യന്റെ പ്രാഥമികമായ കാര്യം. അതാണല്ലോ ഗുരുദേവൻ പറഞ്ഞത്, അന്ന വസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ആർക്കാ? ആർത്തന്മാർക്ക്, അല്ലാതെ ചിന്തിപ്പിക്കാർക്കല്ല. അങ്ങനെ പറഞ്ഞില്ല ഗുരു, അത് പേറ്റന്റ് എടുത്തിരിക്കുക. ആരുടെയും അല്ല ഗുരു. ഈ പ്രപഞ്ചം ഒന്നാകെ നിലനിൽക്കുന്ന ചരാചരങ്ങളിലെ ഗുരുവാണ്. അതുപോലെ തന്നെയാണ് ചട്ടമ്പിസ്വാമി തിരുവടികൾ. അതുകൊണ്ട് തന്നെയാണ് ചട്ടമ്പിസ്വാമി തിരുവടികൾ ആദ്യം പറയുന്നത് വേദാധികാര നിരൂപണത്തിലൂടെ, ആ ഒരു പുസ്തകത്തിലൂടെ വേദാധികാര നിരൂപണത്തിലൂടെ പറയുന്നു, ശൂദ്രൻ വേദം കേൾക്കണം, പഠിക്കണം, കാണണം. അന്നത്തെ കാലത്ത് പറയുമായിരുന്നു ശൂദ്രൻ വേദം കേൾക്കാൻ പാടില്ല, കാണാൻ പാടില്ല, പഠിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒരു പുസ്തകം തന്നെ ദൈവം എഴുതി, വേദാധികാര നിരൂപണം. നിർഭാഗ്യകരം എന്ന് പറയട്ടെ, പന്മന ആശ്രമത്തെ പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് പബ്ലിഷ് ചെയ്തില്ല. കാര്യം എന്താ? ശൂദ്രൻ പഠിക്കണമെന്ന് പറയുന്നതല്ലേ. അപ്പൊ ഗുരുക്കന്മാരെ ഓരോരുത്തരും പേറ്റന്റ് എടുക്കുക. ഇപ്പൊ ഇവിടെ ആർത്തന്മാരാണ് ഭഗവാനെ വിളിക്കുന്നത്. അപ്പം ദുഃഖം തരുമ്പോ ആലോചിച്ചോണം. ദുഃഖം തരുന്നുവെങ്കിൽ ഭഗവാൻ നമ്മളിൽ പ്രസാദിക്കുകയാണ്. കാര്യം എന്താ? ദുഃഖം വരുമ്പോൾ നമ്മൾ ഭഗവാനെ വിളിക്കും. ദുഃഖമില്ലാത്തവരോ? സമ്പത്തുള്ളവർ വിളിക്കുവോ? വിളിക്കില്ല, വളരെ വിരളമാണ്. അപ്പോ ഈ അവസ്ഥ വന്നാൽ കരഞ്ഞ് വിളിക്കും, വേറെ ആരെയും വിളിക്കത്തില്ല. ഇതിനെല്ലാം ശാശ്വത പരിഹാരം തരാൻ കഴിയുന്ന സർവേശ്വരനാകുന്ന കണ്ണനെ തന്നെ വിളിക്കും.